പി പ്രസാദ് മന്ത്രി സഭയിൽ ഇപ്പോൾ സംസാരിക്കുന്നു. അതിലേക്ക് ഞാൻ ഇടുക്കി ജില്ലയിലെ വട്ടവട, കേരളത്തിലെ ഏറ്റവും കൂടുതൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് അവർ തന്ന പരാതി ഞാൻ അങ്ങേക്ക് തരാം. അവർ തന്ന പരാതി ഒന്ന്, അവരിപ്പോൾ വന്നിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾക്കാണ് ഇത് കൊടുക്കുന്നത്. കറക്റ്റായിട്ട് നിങ്ങൾ പ്രൊക്യൂർമെൻറ്റും പേയ്മെൻറ്റും കറക്റ്റായി ഈ ഹോർട്ടികോർപ്പിൻ്റെ നടക്കാത്തതുകൊണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന വട്ടവട തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഏജന്റുമാരെ പൈസ കൊടുത്തവരെന്ന് മേടിച്ചുണ്ട്. വില കുറച്ച് വട്ടവടയുമായി അതായത് കഴിഞ്ഞ നേരത്തെയും വട്ടവടയുമായി ബന്ധപ്പെട്ട് അങ്ങ് പറഞ്ഞു, അന്നും ഞാൻ പറഞ്ഞു, അങ്ങ് വട്ടവടയുമായി ബന്ധപ്പെട്ട് തന്നാൽ പരിശോധിക്കാം എന്ന് ഞാൻ പറഞ്ഞു. ഇതുവരെയും അങ്ങ് തന്നിട്ടില്ല. ഞാൻ അത് പറയുന്നതല്ല, അങ്ങയെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. അല്ല, ഞാൻ അങ്ങയെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഞാൻ പറഞ്ഞ വാക്കുകൂടെ കേൾക്കണം. വട്ടവടയുടെ കാര്യത്തിനകത്ത് വട്ടവടയിലെ ചില സംഘങ്ങൾ അല്ലെങ്കിൽ ചില ഗ്രൂപ്പുകൾ ചില പ്രയാസങ്ങൾ അവരുമായ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നേരത്തെ തന്നെ കൊടുത്ത, ഈ ഗവൺമെൻറ് കാലത്തല്ല, നേരത്തെ കൊടുത്ത ഒരു പച്ചക്കറികളുമായി ബന്ധപ്പെട്ട് പരിഹരിക്കാൻ പറ്റാത്തൊരു വിഷയം നിൽക്കുന്നുണ്ട് അവിടെ. അത് കണക്കിലെ പ്രശ്നങ്ങളാണ്. അതാണ് അവർ തരുന്ന പരാതി. ഞാൻ അന്നും പറഞ്ഞതാണ്, അത് അങ്ങയുടെ സാന്നിധ്യത്തിൽ വേണം ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഒരു തർക്കമോ കാര്യത്തില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ മുഴുവൻ അങ്ങനെയാണെന്ന് വരുത്തരുത്. അല്ല, ഏത് പ്രശ്നം കർഷകർ ഉന്നയിക്കുന്നോ ആ പ്രശ്നങ്ങൾ നിങ്ങളുടെ ആരുടെ സാന്നിധ്യത്തിൽ വേണമെങ്കിൽ ചർച്ച ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ്. ഒരു കർഷകനും അത് ബുദ്ധിമുട്ടില്ല. 2000-ഓളം കർഷക ചന്തകളാണ് ശ്രീ വിജിൻ ഇവിടെ പറഞ്ഞതുപോലെ ഈ ഓണക്കാലത്ത് കൊടുത്ത് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാണ്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതിനേക്കാൾ 50-ലധികം കർഷക ചന്തകൾ വർദ്ധിപ്പിച്ചിട്ടാണ് ഈ പ്രശ്നം. ഈ 4 ദിവസം ഈ കേരളത്തിലെ കർഷകർക്ക് ആ തരത്തിൽ പ്രയോജനം ലഭ്യമാകുന്ന തരത്തിലേക്ക് ഈ ഏതാണ്ടൊരു 7 കോടിയോളം രൂപയുടെ ഉൽപ്പന്നങ്ങൾ കർഷകർക്ക് നിന്ന് വാങ്ങിക്കുകയാണ്. കർഷകൻ സാധാരണ മാർക്കറ്റിൽ കൊടുക്കുന്നതിനേക്കാൾ 10% കൂടുതൽ വിലയ്ക്ക് കർഷകരിൽ സംഭരിക്കുകയും ഉപഭോക്താവിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് 30% വില കുറച്ചും കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. എവിടെയെങ്കിലും കച്ചവടത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് പ്രത്യേകമായ ഷോപ്പുകളിലൂടെ ഉൾപ്പെടെ നമുക്ക് ഇടപെടാൻ വേണ്ടിയിട്ട് ഹോർട്ടികോർപ്പിനെയും മാത്രത്തിൽ ശക്തിപ്പെടുത്തി മുമ്പോട്ടുണ്ട്. നമുക്കൊക്കെ അതിനകത്തുള്ള, ഞാൻ ഇന്നലെയും പറഞ്ഞു, VFPs കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഈ ഭരണപരമായ ചെലവുകൾ ഉൾപ്പെടെ കൂടി നിൽക്കുന്ന പ്രതിസന്ധികൾ ചിലയിടങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളെപ്പോലും പുറത്തേക്ക് തള്ളിക്കളയാൻ, അപ്പോൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടായിരിക്കും അവരുടെയൊക്കെ ജീവിതങ്ങൾ മുമ്പോട്ട് പോകുന്നത്. നമുക്കൊരു ബിസിനസ്സിൻ്റെ രംഗത്തേക്ക് നോക്കുന്ന അവസരത്തിൽ അതൊക്കെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എങ്കിലും അവരെയും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട തരത്തിൽ കൊണ്ടുപോകാനുള്ള എല്ലാ ഇടപെടലും നടത്തുന്നുണ്ട്. അതുകൊണ്ട് വിപണിയിലെ ഇടപെടൽ ഫലപ്രദമായി മുൻകാലങ്ങളെയൊക്കെ അപേക്ഷിച്ചും നടത്തിയൊരു കാലത്താണ് നിൽക്കുമ്പോൾ അതിനെ വെച്ചിട്ട് ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത് ഒരു ശരിയായ കാര്യമല്ല. വിപണിയിൽ വിലക്കയറ്റത്തിൻ്റെ തോത് പിടിച്ചു നിർത്താൻ, വിലക്കയറ്റമില്ലാത്തൊരു ഓണത്തെ സംജാതമാക്കാൻ കഴിഞ്ഞ കാലയളവിൽ നിന്നിട്ട് ആ യാഥാർത്ഥ്യത്തെ വിസ്മരിച്ചുകൊണ്ട് പറഞ്ഞത് ശരിയല്ല എന്നാണ് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് മിനിസ്റ്റർ.